ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പയർ പരിപ്പ് കൊണ്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പായസമാണ്. കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. പായസത്തിന് വേണ്ട ചവ്വരി ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് ചവ്വരി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഈ ചെറുപയർ പരിപ്പ് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളമയമെല്ലാം പോയി എടുത്തതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. യെല്ലോ കളറ് ജസ്റ്റ് ചേഞ്ച് ആവുന്നത് വരെ മാത്രം വറുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ വറുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നല്ല വിട്ട് കിട്ടും. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിത് വറുത്തിട്ടുള്ളൂ. യെല്ലോ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് അരമണിക്കൂർ കുതിർത്ത ഈ ചവ്വരി വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ചെറുപയർ പരിപ്പ് എടുത്ത ആ കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ മതി. ഇനി അടച്ച് വേവിക്കാം. 2 വിസിൽ കേട്ടാൽ മതി. പയർ പരിപ്പും ചവ്വരിയും മീഡിയം ഫ്ലെയിമിൽ വെന്ത് വരുമ്പോൾ ശർക്കരപ്പാനി വേണം. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. 250 ഗ്രാം ശർക്കരയാണ്. ഇതിലേക്ക് വളരെ കുറച്ചളവിൽ വെള്ളം വെച്ചാൽ മതി. ശർക്കര ഉരുകി വരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചളവിൽ വെള്ളം. ശർക്കരപ്പാനി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കണം. ഇതിനകത്ത് ചെറിയ ചെറിയ കല്ല് മൺതരികളും അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരപ്പാനി റെഡിയാണ്. കുക്കർ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടിരിക്കുകയാണ്. ചവ്വരിയും പരിപ്പും വെന്തിട്ട് കംപ്ലീറ്റ് പ്രഷറും പോയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. അരമണിക്കൂർ കുതിർത്തിട്ടാണ് നമ്മൾ ചവ്വരി ഇട്ടത്. അപ്പോൾ ചവ്വരി ഇതുപോലെ അരമണിക്കൂർ കുതിർത്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി. നമ്മൾ മധുരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പിഞ്ചളവിൽ ഉപ്പ് ചേർക്കാറുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഇത് നന്നായിട്ട് തിളച്ച് വരികയും വേണം. ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് അളവിലാണ് 1/4 പാൽ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു പാൽ അത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തു. ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി എടുക്കുക. ഇപ്പോൾ പായസം ഏകദേശം റെഡിയാണ്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യുടെ അളവ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർ 3 ടേബിൾ സ്പൂൺ ചേർത്തോളൂ. ഇഷ്ടക്കേടുള്ളവർ വളരെ കുറച്ച് ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് മുന്തിരിങ്ങ ഇടാം. പിന്നെ തേങ്ങാക്കൊത്ത് ഇടുന്നവരാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഫസ്റ്റ് ചേർക്കുക. പിന്നെ കാഷ്യൂനട്ട്, പിന്നെ മുന്തിരിങ്ങ, ആ ഒരു ക്രമത്തിൽ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ എല്ലാം നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാം. പയറുപരിപ്പ് കൊണ്ട് പരിപ്പ് കറി മാത്രമല്ല പായസവും തയ്യാറാക്കാം. മസ്റ്റായും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.